ശരണം അമ്മേ, ഹേ മായാവിനിയായി വേഷമണിയും ദേവീയനാഥർക്കു നീ രോമാഞ്ചാവൃതി നൽകിടുന്നു കരുണാലീലാവിലാസങ്ങളാൽ നാമോച്ചാരണയജ്ഞമെന്നുമരുളുന്നുണ്ടേ സുഹർഷങ്ങളും പ്രേമോത്കർഷവുമൊട്ടുമില്ല വിഷമം മായാബ്ധിതൻ കോളിലും. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ സദസ്സിലേക്ക് സുസ്വാഗതം. സപ്തമസ്കന്ധം 35-ാമത്തെ അധ്യായമാണ് അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുഷുമ്ന നാഡിയെക്കുറിച്ചും പിംഗള എന്ന നാഡികളെക്കുറിച്ചും ഷഡ് യന്ത്രങ്ങളെക്കുറിച്ചും ആണ് ദീർഘമായിട്ട് അവലോകനം ചെയ്ത് നിർത്തിയത്. അങ്ങനെ ആ യോഗമാർഗം പറഞ്ഞതിന് ശേഷം മുമ്പ് പറഞ്ഞതായിട്ടുള്ള പൂരകം, കുംഭകം, രേചകം എന്ന പ്രാണായാമ പ്രക്രിയ അവിടെ പറഞ്ഞുവല്ലോ. ആ പൂരകം കൊണ്ട് മനസ്സിനെ മൂലാധാരത്തോടുകൂടി ചേർക്കുകയും ഗുദത്തിൻ്റെയും ലിംഗത്തിൻ്റെയും മധ്യേ സ്ഥിതി ചെയ്യുന്ന കുണ്ടലിനിയെ മൂലാധാരവായു കൊണ്ട് തട്ടിയുണർത്തുകയും ചെയ്യണം. അതിനുശേഷം ക്രമത്തിന് ആ ലിംഗാദികളെ ഭേദിച്ചുകൊണ്ട് കുണ്ടലിനി ശക്തി ശംഭുവിനോട് ഏകീഭവിച്ചതായിട്ട് ധ്യാനിക്കണം. ഇങ്ങനെ ശിവശക്തി യോഗം ഉണ്ടാകുന്ന സമയത്ത് ഉയർന്നു വരുന്നതായിട്ടുള്ള അമൃത് ദ്രാക്ഷാരസ തുല്യമാണ്. യോഗസിദ്ധി നൽകുന്ന കുണ്ടലിനി ശക്തിയെ, മായാശക്തിയെ ആ അമൃത് പാനം ചെയ്യിക്കണം. ഷഡ്ചക്ര ദേവതകളെയും ആ അമൃതാധാര കൊണ്ട് തർപ്പണം ചെയ്യണം. പിന്നീട് കുണ്ടലിനി ശക്തിയെ കയറ്റിയ മാർഗത്തിലൂടെ തന്നെ മൂലാധാരത്തിൽ എത്തിക്കണം. ഇങ്ങനെ നിത്യവും അഭ്യസിച്ചു കൊണ്ടിരിക്കുന്ന ഒരുവന് മേൽപ്പറഞ്ഞ ദോഷങ്ങളെല്ലാം പോയി സർവമന്ത്രസിദ്ധികളും നിശ്ചയമായിട്ടും കൈവരും. ജനന മരണാദി സംസാര ബന്ധരൂപത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്ന് മുക്തനാവും. ജഗദീശ്വരിയായിട്ടുള്ള എനിക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ടോ ആ ഗുണങ്ങളെല്ലാം സാധക ശ്രേഷ്ഠനും ഉണ്ടാവും, സംശയമില്ല. ഇങ്ങനെ ഉത്തമമായിട്ടുള്ള പ്രാണായാമം എന്ന വായുധാരണത്തെപ്പറ്റി പറഞ്ഞതിന് ശേഷം ചിത്തധാരണം എന്താണെന്നാണ് പറയണത്. ദിക്ക്, കാലം എന്നിവയാൽ അവച്ഛിന്നമാകാത്ത ദേവിയിൽ മനസ്സ് ദൃഢമായിട്ട് ഉറപ്പിച്ച് നിർത്തുക. അപ്പോൾ ജീവ ബ്രഹ്മ ഐക്യമുണ്ടാകുന്നതിനാൽ വേഗം ദേവിയോട് തന്മയീഭാവം ഉണ്ടാവും. പക്ഷേ ചിത്തം മലിനമാണ് എന്നുണ്ടെങ്കിൽ ഈ തന്മയീഭാവം വേഗം ഉണ്ടാവുകയില്ല. അങ്ങനെ വരുന്ന സമയത്ത് യോഗത്തിൽ താല്പര്യമുള്ളവര് എൻ്റെ സഗുണാകാരങ്ങളായിട്ടുള്ള അവയെ ധ്യാനിച്ച്, അതായത് ദേവിയുടെ മുഖം, കൈകള്, കാലുകള്, അങ്ങനെയുള്ള സഗുണാകാരമായിട്ടുള്ള രൂപങ്ങളെയൊക്കെ ധ്യാനിച്ച് മന്ത്രത്തോടുകൂടി മനസ്സിനെ അതാത് സ്ഥലങ്ങളിൽ പിടിച്ചു നിർത്തി ദേവിയുടെ ആ സ്ഥൂല രൂപത്തിൽ അങ്ങനെ നിർത്തി ഓരോ സ്ഥാനത്തെയും ജയിച്ച് ചിത്തശുദ്ധി വന്നവൻ ആയിക്കൊണ്ട് എൻ്റെ സമഗ്രമായ രൂപത്തിൽ പിന്നെ മനസ്സിനെ നിർത്താൻ വീണ്ടും ശ്രമിക്കണം. അങ്ങനെയുള്ള എന്നിൽ എപ്പോഴാണോ മനസ്സ് ലയിക്കുന്നത് അതുവരെ ജപഹോമങ്ങളോടുകൂടി ഇഷ്ടമന്ത്രം ഉപാസിച്ചു കൊണ്ടിരിക്കണം. മന്ത്രാഭ്യാസ യോഗം കൊണ്ട് ജ്ഞാനമുണ്ടാകും. യോഗം കൂടാതെ കണ്ട് മന്ത്രമില്ല, മന്ത്രമില്ലാതെ യോഗവുമില്ല. രണ്ടും ഒന്നിച്ചു ചേർത്ത് അഭ്യസിച്ചാൽ അത് ബ്രഹ്മപ്രാപ്തിക്ക് കാരണമായിട്ട് തീരും. അങ്ങനെ ആത്മാവിന് ഈ യോഗ പ്രക്രിയകളിൽ കൂടി ഉള്ളിൽ തന്നെ
ദർശിക്കാൻ എൻ്റെ ദൃശ്യം അനുഭവത്തിൽ ഉണ്ടാവണു. ഇങ്ങനെ സാംഗമായിട്ടുള്ള യോഗത്തെപ്പറ്റി ഇപ്പോൾ ഞാനിതാ അങ്ങ് ചോദിച്ചതനുസരിച്ച് പറഞ്ഞു തന്നു. ഈ യോഗമാർഗം ഗുരുപദേശം കൊണ്ടേ ശരിക്കറിയാൻ കഴിയുള്ളൂ, അല്ലാതെ ശാസ്ത്രങ്ങൾ പഠിച്ചതുകൊണ്ടോ കേട്ടതുകൊണ്ടോ സാധിക്കില്ല എന്നും പറയുകയാണ്. അത് നിശ്ചയമായിട്ടും ഇപ്പോൾ എല്ലാവർക്കും, ഇത് കേട്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാൻ കഴിയും അല്ലേ? ഇതൊക്കെ കേട്ടു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ അഭ്യസിച്ച് നിത്യജീവിതത്തിൽ എടുക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി നമുക്കൊക്കെ പറ്റുന്നതാണ് എന്ന് തോന്നുന്നതല്ല, പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഒന്നാമത് ഇതിനൊക്കെ ഒരു ഗുരുവിൻ്റെ സഹായമുണ്ടാവണം. വെറും ഒരു ഗുരുനാഥൻ മതിയോ? പെന്നമാരി ഭാഗവതം, ദേവി ഭാഗവതം ഇതാ പഠിക്കണോ, അതിൻ്റെ വാക്യാർത്ഥങ്ങൾ പറയണോ, എന്നിട്ട് എന്നെ വിളിച്ചിട്ട് അങ്ങ് ഗുരുവായിട്ടിരുന്ന് ഇതൊക്കെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞാൽ പറ്റുമോ? എനിക്ക് തന്നെ ഇതൊന്നും പറ്റും. ഇതൊക്കെ പറയണോ, എഴുതിയത് വായിക്കണോ, കുറേ മനസ്സിലാക്കി ശാസ്ത്രങ്ങൾ പഠിച്ചതിൽ നിന്നും അറിവിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരണമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഇതൊന്നും കാര്യമായില്ല. എന്ത് വേണം? അത് അഭ്യസിച്ച് ശീലിച്ച് വശത്താക്കി കൊണ്ടുവന്ന ആൾക്ക് മാത്രമേ അതിനെ പഠിപ്പിച്ച് നമുക്ക് തരാൻ പറ്റുള്ളൂ. ഇല്ലാത്തവർക്ക് പഠിപ്പിച്ച് തരാൻ പറ്റില്ല. ഇപ്പോൾ ഡാൻസ് പഠിപ്പിച്ച് തരണം, മോഹിനിയാട്ടം പഠിപ്പിച്ച് തരണം, ഭരതനാട്യം പഠിപ്പിച്ച് തരണം എന്ന് പറഞ്ഞാൽ അത് പഠിച്ച് മനസ്സിലാക്കിയവർക്കല്ലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ മുഖഭാവം, ആ മുഖത്തിൽ ക്രോധം വരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 മണിക്കൂർ പ്രയത്നിച്ചാലും അത് വരില്ല. നവരസങ്ങളും 9 സെക്കൻഡ് കൊണ്ടോ ഓരോ സെക്കൻഡ് കൊണ്ടോ ഓരോ രസവും മുഖത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയണു പഠിച്ചവർക്ക്. നമുക്കൊന്നും കഴിയില്ല. കാരണം നമ്മളത് പഠിച്ചിട്ടില്ല. നവരസങ്ങളെക്കുറിച്ചൊക്കെ പറയാം, ഓരോ ഭാവങ്ങളെക്കുറിച്ചൊക്കെ പറയാം, അതിനെക്കുറിച്ചൊക്കെ ധാരാളമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പ്രസംഗിക്കുകയൊക്കെ ചെയ്യാം 1 മണിക്കൂർ. പക്ഷെ അതൊന്ന് കാണിച്ചു തരുമെന്ന് പറഞ്ഞാൽ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്നത് മാതിരിയാണ്. തിയറിറ്റിക്കലായിട്ട് ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് അവസാനം പറഞ്ഞതുമാതിരി അതൊക്കെ അറിയുന്ന ഗുരുവിൽ കൂടിയേ അതിനെ അഭ്യസിക്കണം. അതിനെ പഠിപ്പിക്കാൻ പറ്റിയ ഗുരുക്കളുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. യോഗയൊക്കെ കുറച്ചൊക്കെ പേര് പഠിപ്പിക്കുന്നുണ്ട്, യോഗ ക്ലാസ്സൊക്കെ ഉണ്ട്, കുറേ യോഗങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. വലിയ വലിയ ആചാര്യന്മാരൊക്കെ ഈ യോഗകളൊക്കെ നടത്തുന്നുണ്ട്. അതായത് നമുക്ക് കഴിയാവുന്ന വിധത്തിലുള്ള ഒരു ചെറിയൊരു പ്രക്രിയകളൊക്കെ നമ്മൾ കുറച്ചൊക്കെ അങ്ങനെ ചെയ്യാം. കുറച്ച് ആസനങ്ങളൊക്കെ ചെയ്യാം. ഇരുന്നു കൊണ്ട് കുറച്ച് പ്രാണായാമം, ഈ പറഞ്ഞ വിധത്തിലൊന്നും പറ്റിയില്ലെങ്കിലും കുറച്ച് പ്രാണായാമങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ചൊക്കെ മനസ്സിനെ ആ സമയത്ത് ആ ഇന്ദ്രിയങ്ങളെയൊക്കെ സംയമനം ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. കുറച്ചു സമയമൊക്കെ ഓരോരോ ആസനങ്ങളിൽ, പത്മാസനമായാലും വീരാസനമായാലും എന്തിനെങ്കിലൊക്കെ ആയാലൊക്കെ ഇരിക്കാനോ ചെയ്യാനോ ഒക്കെ നമുക്ക് സാധിച്ചു എന്ന് വരും, അല്പസ്വല്പമൊക്കെ. അതല്ലാതെ കണ്ട് ഇതൊന്നും അതിൽ കൂടുതലുള്ള ഭാഗങ്ങളിലേക്കൊന്നും പോവുക എന്നുള്ളത് നമുക്ക് തീരെ കഴിയാത്തതാണ്. നിയമാദികളിലൊക്കെ പോകുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അഹിംസ, മനസ്സിലായില്ലേ? ആവുന്നതും സത്യമായിട്ടുള്ള വാക്കുകൾ പറയുക. അതേമാതിരിയുള്ളത് ആവുന്നതും ക്രോധങ്ങളെയൊക്കെ നമുക്ക് പിടിച്ച് നിർത്താനായിട്ട് നമുക്ക് നോക്കുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് അഭ്യസിച്ച് നമ്മുടെ നിത്യജീവിതത്തിൽ അതിനെ ചെയ്ത് കുറച്ച് പരിശീലിപ്പിച്ചൊക്കെ എടുക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ കുറച്ചൊക്കെ കഴിയും. പക്ഷേ ഈ പറയുന്ന യോഗമാർഗത്തിലൂടെയുള്ള ലയം, പരമാത്മാവായിട്ടുള്ള അല്ലെങ്കിൽ ദിവ്യമായിട്ടുള്ള